20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ 100% ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആര്യ കോളേജ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ. എയിംസ് അക്കാദമി, ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, CD ടവർ, ഗ്രൗണ്ട് ഫ്ലോർ, കാലിക്കറ്റ്. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് ചാലിയാർ പുഴയിൽ നിന്ന് ലഭിച്ച മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം നിലമ്പൂർ ജില്ലാശുപത്രിയിൽ നിന്ന് പൂർത്തീകരിക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. ജില്ലാശുപത്രിയിൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു മന്ത്രി. ചാലിയാർ പുഴയിൽ നിന്ന് ലഭിച്ച മൃതദേഹങ്ങൾ കൂടുതലും തിരിച്ചറിയാത്ത വിധമാണ്. തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ വയനാട് ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതിയോടെ മാത്രമേ മാറ്റുകയുള്ളൂ. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ സാധ്യമായ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഫ്രീസറുകൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ഡോക്ടർമാരെയും മറ്റ് ജീവനക്കാരെയും എത്തിച്ചിട്ടുണ്ട്. സർക്കാർ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. വളരെ രാവിലെ തന്നെ 6 മണിയോടെ തന്നെ കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം ആശുപത്രിയുടെ 2 പേവാർഡുകൾ മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ജില്ലാ ഭരണകൂടവും മുനിസിപ്പാലിറ്റിയും ചേർന്ന് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി. പക്ഷേ ഏറ്റവും നിർഭാഗ്യകരമായിട്ടുള്ള സംഭവമാണ് നടന്നിട്ടുള്ളത്. ഇപ്പോൾ 52ഓളം ബോഡികൾ നമുക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് തിരിച്ചറിയാനാവാത്തതും ഉണ്ട്. അതെല്ലാം ഇനി ഇപ്പോൾ ചില DNA ടെസ്റ്റുകൾ നടത്തേണ്ടി വരും. അതിനുള്ള നടപടികളൊക്കെ ആയിട്ടുണ്ട്, അത് നടക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ബോഡികൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളത് ഞാൻ ശ്രമിക്കുന്നെങ്കിലും ബന്ധുക്കൾ പലരും അവിടെ കൂട്ടത്തോടെ മരണപ്പെട്ടതുകൊണ്ട് വയനാട്ടിലെ കിട്ടുന്ന അറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇവിടുന്ന് ബോഡികൾ നമ്മൾ അങ്ങോട്ട് നീക്കം ചെയ്യാനാവും. ഇനിയും ധാരാളം ഫ്രീസറുകൾ നമ്മൾ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പല ഭാഗത്തും വരുന്നുണ്ട് ഫ്രീസറുകൾ. ഇവിടെ ഈ ഭാഗത്ത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഫോറൻസിക് ഡോക്ടർമാരടക്കം നമ്മൾ പല ഭാഗങ്ങളും ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൽപ്പറ്റയിലേക്കും കോഴിക്കോട് നിന്നുള്ള ടീം, തൃശ്ശൂരിൽ നിന്നുള്ള ടീമൊക്കെ കൽപ്പറ്റയിലേക്കും പോകുന്നുണ്ട്. ഇവിടെ മൊത്തത്തിലൊരു കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. നാളെ രാവിലെയോടുകൂടി ബോഡികൾ നമുക്ക് വയനാട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന വിധത്തിലാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തൽക്കാലം അവിടെ നിന്നും നമുക്ക് ഇപ്പോൾ ഒറ്റയടിക്കാൻ കൊണ്ടുപോകാൻ കഴിയില്ല. അവിടുത്തെ സാഹചര്യങ്ങൾ നോക്കിയതിന് ശേഷം ഇവിടെ നിന്നും അങ്ങോട്ട് കൊണ്ടുപോകാനുണ്ട്. അതുവരെ നമുക്കിവിടെ നല്ല രീതിയിൽ തന്നെ മൃതദേഹങ്ങൾ സൂക്ഷിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. മെഡിക്കൽ ടീമും പോലീസും ജില്ലാ ഭരണകൂടവും ഒക്കെ തന്നെ ആ കാര്യങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ധാരാളം ഫ്രീസറുകൾ ഇനിയും നമുക്ക് കൊണ്ടെത്തിക്കാൻ കഴിയും. പിന്നെ ചില ശരീരഭാഗങ്ങൾ ഉണ്ടല്ലോ, അത് അവിടെ എത്തിക്കണമെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി അതിൻ്റെ മാസറിലും ഒക്കെ നമുക്ക് രേഖപ്പെടുത്തുന്നുണ്ട്. കാരണം ഭാവിയിൽ അവരുടെ ബന്ധുക്കൾക്കൊക്കെ തന്നെ ആവശ്യമായി വരുന്ന രേഖകളൊക്കെ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം തന്നെ ശരിപ്പെടുത്തിയതിന് ശേഷം വയനാട്ടിൽ നിന്നും ഉള്ള അറിയിപ്പിന് ശേഷം മാത്രമേ നമുക്ക് ബോഡികൾ വയനാട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയൂ. ഇപ്പോൾ തന്നെ നമുക്കുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. ഇവിടെ നിലവിലുള്ള സൗകര്യങ്ങളുണ്ട്. നമ്മളിത് മുഴുവൻ 2 പേവാർഡ് മുഴുവൻ ഒഴിവാക്കിയിട്ടുണ്ട്. 2 ഭാഗം ഒഴിവാക്കിയിട്ടുണ്ട്. ആവശ്യത്തിലുള്ള ഡോക്ടർമാരുണ്ട്. പോലീസ് സേനയിൽപ്പെട്ട എല്ലാവരെയും നിർത്തിയിട്ടുണ്ട്. ഡോക്ടർമാരുടെ ടീമുണ്ട്. അങ്ങനെ എന്താണ് ആവശ്യം അത് മുഴുവൻ നമ്മൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളിലൊന്നും ഒരു വിഷമം ഉണ്ടാവില്ല. പക്ഷെ ദുഃഖകരമായ സംഭവമാണ്. നമ്മൾ നേരിടുക എന്നുള്ളത് മാത്രമാണ് ഈ അവസരത്തിൽ നമുക്ക് ചെയ്യാനുള്ളത്. ഇനിയും തെരച്ചിൽ ഇപ്പോൾ സന്ധ്യയായി. അപ്പോൾ ഇനിയിപ്പോൾ തെരച്ചിൽ എത്ര കൊണ്ട് സാധ്യമാവും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എങ്കിലും കഴിയുന്നത്ര കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഇനിയും രാവിലെ വീണ്ടും നമുക്ക് പുഴയുടെ തീരങ്ങളിൽ ആവശ്യമായുള്ള പരിശോധനകൾ നടത്താനുള്ള നടപടികളായി എല്ലാ ഭാഗങ്ങളും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ടീമുകളെ ഇപ്പോൾ കൊണ്ടുവരുന്നുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ആ കാര്യം ഇപ്പോൾ പത്രസമ്മേളനത്തിൽ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് രാത്രിയിൽ നിങ്ങൾക്കറിയാലോ, ആ ഒരു ഏരിയ സൂചിപ്പാറ വെള്ളച്ചാട്ടം കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വെള്ളം ഒഴുകി വരുന്നത്. അപ്പോൾ അവിടെ നമ്മളിലൊക്കെ നമ്മൾ എത്തിപ്പെടുക എന്നുള്ളത് നമ്മുടെ ടീമിന് വിഷമമുണ്ടായിട്ടല്ല, പക്ഷേ അത് സഫലമാവില്ല അത്തരം കാര്യങ്ങൾ. അപ്പോൾ അത് വേണ്ട രീതിയിൽ അത് ആലോചിച്ച് ഇപ്പോൾ സൈന്യം എത്തിയിട്ടുണ്ട്, റെസ്ക്യൂ ടീംസ് എത്തിയിട്ടുണ്ട്. അവരെല്ലാം തന്നെ സംയുക്തമായ ഒരു തീരുമാനമെടുത്തതിന് ശേഷമേ ആ കാര്യങ്ങൾ പറയാൻ കഴിയും. നമുക്ക് ഇപ്പോൾ വയനാട്ടിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ശേഷം മാത്രമേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നോക്കൂ, 2 ഹെലികോപ്റ്ററുകൾ എത്തിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് തെരച്ചിൽ നടത്താൻ കഴിയുന്നില്ല. കാലാവസ്ഥ ഇങ്ങനെ നിൽക്കുകൊണ്ട് കഴിയുന്നില്ല. ഇപ്പോൾ ചെറിയൊരു മാറ്റമുണ്ട്. വീണ്ടും മുഖ്യമന്ത്രി അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹെലികോപ്റ്ററുകൾ
വെച്ച് ചെയ്യാൻ കഴിയും. പക്ഷേ ഇപ്പോൾ സമയം വളരെ ആയതുകൊണ്ട് എത്ര കണ്ട് സക്സസ്ഫുൾ ആവുമെന്ന് നമുക്ക് പറയാൻ കഴിയും. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.